ഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനയൻ, ഇപ്പോൾ രാസപരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. കീടനാശിനിയുടെ അംശം പോലും മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പരിശോധനാ ഫലം സൂചിപ്പിക്കുന്നത്. എന്തു തോന്നുന്നു? അല്ല, ഇതൊരു ഞെട്ടലുളവാക്കുന്ന ന്യൂസ് തന്നെയാണ് നമ്മൾക്ക് ഇപ്പൊ കേൾക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ റിപ്പോർട്ട് ഇങ്ങനെ അവർ പറയുന്നു. ഇതൊരു സീരിയസ് ആയിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള അഭിപ്രായമാണ്. കാരണം സംശയങ്ങൾ ഇങ്ങനെ ദുരൂഹത മനസ്സിൽ നിൽക്കുന്നു. എല്ലാവർക്കും അവരുടെ വീട്ടിൽ കുടുംബക്കാരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അതുകൊണ്ട് ഒരു ശക്തമായ ഞാനിപ്പം എന്റേതായിട്ട് ഞാൻ DGPക്ക് ഒരു കത്തിപ്പം എഴുതി കഴിഞ്ഞു. കാരണം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, സീനിയർ ഓഫീസറെ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഈ കേസ്. കാരണം ഇതിനകത്ത് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഒരു വലിയ സംശയം, നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ചില സംശയങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് അന്വേഷിക്കണമെന്ന് ഞാനിപ്പോ DGPക്ക് ഒരു കത്ത് എഴുതിയിട്ട് മെയിൽ ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോ കേട്ടോ. ശ്രീ വിനയൻ, വീട്ടിലുള്ളവർക്ക്, കുടുംബാംഗങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ആരോപണങ്ങളും പരാതികളുമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. കലാഭവൻ മണിക്ക് ഒരു തരത്തിലും മദ്യം നൽകരുത് എന്ന സാഹചര്യം തന്നെ നിലവിലുണ്ടായിരുന്നു. എന്നിട്ടും കൂട്ടുകാർ അതിനെ പ്രേരിപ്പിക്കുന്നു എന്നതൊക്കെയാണ് അവരുടെ പരാതികൾ. അതോടൊപ്പമാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് ഈ മദ്യത്തിൽ വിഷാംശം ഉണ്ട്, അല്ലെങ്കിൽ കലാഭവൻ മണിയുടെ ശരീരത്തിൽ നിന്ന് വിഷാംശം കണ്ടെത്തി എന്നുള്ളത്. അതോടൊപ്പം അവിടെ ഈ മദ്യപിച്ച ഔട്ട് ഹൗസ് വൃത്തിയാക്കിയതും സംശയം ജനിപ്പിക്കുകയും ചെയ്തിരുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം താങ്കളും അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവരും ഈ കാര്യത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും ഇത് കുടുംബാംഗങ്ങളോട് ഒപ്പം അവരുടെ ദുഃഖത്തെ നമ്മൾ പങ്കുചേരുന്നു. അവർ പറയുന്നത് ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഒരാളിന്റെ വില, അതിന്റെ ദുഃഖം, നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നാട്ടുകാർ പറഞ്ഞാലും അവർക്കാണ് അത് ഏറ്റവും കൂടുതൽ ബാധകമാകുക. അതിനപ്പുറത്തേക്ക് നമ്മളെ കണക്കുള്ള കേരള സമൂഹത്തിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. കാരണം കലാഭവൻ മണിയെ കണക്കൊരു വലിയ നടന്റെ മരണത്തിൽ ഇത്തരം ദുരൂഹതയുണ്ടെന്നോ അന്വേഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ തെളിയുന്നു. അത് പോലീസ് പറഞ്ഞിരിക്കുന്ന തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു സീരിയസ് ആയ അന്വേഷണം വേണമല്ലോ. അതിന് ഞാൻ എന്റേതായ ഒരു എനിക്ക് തോന്നിയൊരു സംഭവം, ഇപ്പൊ ഇലക്ഷനൊക്കെ വരികയായതുകൊണ്ട് ചിലപ്പം പിന്നെ ലോക്കൽ പോലീസിനൊക്കെ എത്രമാത്രം ശ്രദ്ധയിലെത്തും ഇതിനകത്തൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു ഹയർ പോലീസ് ഓഫീസറെ വെച്ചുകൊണ്ട് നടത്തണം എന്നാണ് ഞാനിപ്പോ DGPയോട് ആവശ്യപ്പെട്ടത്. സിനിമാ സംഘടനകൾ ഇതിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും സിനിമാ സംഘടനകളാണല്ലോ. അവരുടെ ഇപ്പം അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ മെമ്പറാണ്. അവിടെ വലിയ അനുസ്മരണ സമ്മേളനമൊക്കെ നമ്മൾ നടത്തിയല്ലോ. അപ്പൊ അത് അവർക്കപ്പോ അതിന്റേതായ രീതിയിൽ അവർക്ക് ഈ ഒരു ഇത്തരം സംശയങ്ങൾ വന്ന സ്ഥിതിക്ക്, അല്ലെങ്കിൽ നമ്മളൊരു മരണത്തെ മരണമായി കാണുന്നു അനുശോചിക്കുന്നതിനപ്പുറം ഇത്തരം സംശയങ്ങൾ വന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അത് ശക്തമായിട്ട് കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് സംഘടനകളൊക്കെ ഇടപെടണമെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചതിന്. ശ്യാംകൃഷ്ണനുണ്ട്